ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 2026 എങ്ങനെയായിരിക്കും എന്നുള്ള റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. കാരണം കുറച്ച് ലേറ്റായിപ്പോയി, നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിപ്പോയത് കൊണ്ടാണ് ഇത് നേരത്തെ ഇടാൻ പറ്റാത്തത്. നമുക്ക് നോക്കാം ഈ 2026 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പിന്നെ കളക്റ്റീവാണ്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ 2026. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഉള്ളത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ 2026 നിങ്ങൾക്ക് തരുന്നത് നോക്കാം. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ്. അപ്പോൾ ഇതിൽ നോക്കാം, നമുക്ക് ഓരോ കാർഡായിട്ട് എടുത്തിട്ട് നോക്കാം. അടുത്ത് പോകാം. മെറ്റീരിയൽ ഹാർവസ്റ്റ്, സ്പിരിച്വൽ യൂണിയൻ, ട്രാൻസ്ഫർമേഷൻ, സാക്രിഫൈസ്. പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്. അപ്പോൾ നിങ്ങൾ കുറേ നാളുകൊണ്ട് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, പ്ലാനിങ് മാത്രമേ നമുക്ക് ഓരോ വർഷവും ചിലപ്പോൾ അത് പ്ലാനിങ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അത് നമുക്ക് റിയാലിറ്റിയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങൾ, അത് ഈ ഒരു സമയം നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് ആ ഒരു സീഡ് നിങ്ങൾ പണ്ട് പ്ലാൻ ചെയ്തിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് പാകിയിരുന്ന ആ ഒരു സീഡ് അത് ഫ്രൂട്ട് തരാൻ തുടങ്ങുന്നൊരു വർഷമാണിത്. അപ്പോൾ പലരും പല കാര്യങ്ങൾക്ക്, ചിലപ്പോൾ ചില ആൾക്കാർ ജോലിക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യമായിരിക്കാം. എന്തായാലും പ്ലാൻ ചെയ്തിരുന്നവർ, ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പോയ ആൾക്കാർ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ വലിയ വരുമാനമൊന്നും കിട്ടാതിരുന്ന ആൾക്കാർ, അവർക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടിത്തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് ഫ്രൂട്ട്ഫുൾ ആകുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് അതിൽ ഓരോ കാർഡായിട്ട് നോക്കാം. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചുകൂടി പ്ലാനിങ് വേണ്ടത് ഒന്ന് നോക്കാം. സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുകയും നിങ്ങളെപ്പോഴും കൂടെ വേണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വ്യക്തി, ആ ഒരു വ്യക്തി നിങ്ങൾ ചിലപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നോ, പരസ്പര വിശ്വാസമില്ലായ്മയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്ത വണ്ണമുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയം, ഈ 2026 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി, അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങോടുകൂടി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഹൈറഫൻറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇതൊരു മാരേജ് നടക്കാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു മാരേജിൻ്റെ ഒരു എനർജി, ഒരു ട്രഡീഷണൽ മാരേജിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. ചില സെക്കൻഡ് മാരേജിനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അത് ഒരുപാട് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഒരു പങ്കാളിയെ ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കാം ഒരു പാർട്ട്ണർ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ഒരു സോൾ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇതിൽ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് തീർത്തും സ്പിരിച്വലായിട്ടുള്ള ഒരു പങ്കാളി തന്നെയാണ് വരാൻ പോണത് എന്നുള്ളതാണ്.
അപ്പോൾ പാസ്റ്റിൽ ചിലപ്പം നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് സ്പിരിച്വലായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നു, നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ ഒരു റെസ്പെക്റ്റോടു കൂടി മനസ്സിലാക്കുകയും നിങ്ങളുടെ വഴി നല്ലതാണെന്ന് തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ് ഈ ഒരു 2026 നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. പിന്നെ എടുത്തു വന്നത് മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളൊരു സീഡ് കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് അത് മെറ്റീരിയലായിട്ട് തന്നെ നിങ്ങൾക്കത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഫലം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നു. ഈ ഒരു സമയം നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ ആ ഒരു നിങ്ങൾ നേരത്തെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥിരപ്പെടുത്താതിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്തുന്ന ഒരു എനർജി ഉണ്ട്. സാലറി കൂട്ടി കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. മാത്രമല്ല, നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത നല്ല കർമ്മങ്ങൾ അത് മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളായിട്ട്, അതായത് സമ്പത്തായിട്ടും സമൃദ്ധിയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഏത് തരത്തിലാണ് നമുക്ക് തിരിച്ചു വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ കർമ്മഫലം, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവമായിട്ട് ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ നിങ്ങൾക്ക് സമ്പത്തായിട്ട് തിരിച്ചു തരുന്നു എന്നുള്ളതാണ് ഈ ഒരു വർഷം. അപ്പോൾ ഈ ഒരു വർഷം പൊതുവെ ഏറ്റവും നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ പാസ്റ്റിൽ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊന്നും നടക്കാതിരുന്നെങ്കിൽ ആ ഒരു ഫലം നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2026 എല്ലാവർക്കും ഏറ്റവും നല്ലതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടുന്ന വഴികൾ പലപ്പോഴും പ്രപഞ്ചം തന്നെ കൊണ്ടുതരുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതൊരു 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, സ്പിരിച്വൽ യൂണിയനാണ്. അപ്പം നിങ്ങളുടെ ഒരു സോൾ പാർട്ട്ണർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പങ്കാളിയായിട്ട് വരുന്നു എന്നുള്ളതാണ്. പാർട്ട്ണറായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ആ ആൾ നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കി, നിങ്ങളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് രണ്ടുപേരും ഒരു പാർട്ട്ണർഷിപ്പിൽ രണ്ടുപേരും സ്പിരിച്വൽ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അവിടെ ഈഗോ ഇല്ലാതെ മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല ദാമ്പത്യമായിരിക്കും അത്. ഇപ്പം ഈവൻ റിലേഷൻഷിപ്പിൽ, ഇപ്പോൾ ലവ് റിലേഷൻഷിപ്പിലായാൽ പോലും രണ്ടുപേരും ഒരുപോലെ സ്പിരിച്വൽ ആയിരുന്നാൽ നമുക്ക് ഒരുപാട് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കും. പരസ്പരം പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റും, നമ്മുടെ അറിവുകൾ പങ്കുവയ്ക്കാൻ പറ്റും, പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സ്പിരിച്വൽ യൂണിയൻ ഈ ഒരു വർഷം ഉണ്ടാകും എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. അത് 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരു നഷ്ടപ്പെട്ടു പോയൊരു കാര്യമാണ്, പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. ഈ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ചിലപ്പം ഇത് നേരത്തെ പറഞ്ഞൊരു സെക്കൻഡ് മാരേജിൻ്റെയൊക്കെ ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ പാസ്റ്റിലൊരു നല്ല ജീവിതം ആഗ്രഹിച്ചത് നടക്കാതെ പോയ ആൾക്കാർക്ക് ഈ ഒരു സമയം ആ ഒരു ഏറ്റവും നല്ല ജീവിതം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ആ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പങ്കാളി വരുന്നു, നിങ്ങൾക്കൊരു നല്ല വീട് വയ്ക്കാൻ പറ്റുന്നു, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഉന്നമനം ഉണ്ടാകുന്നു. പണ്ടത്തെ നഷ്ടങ്ങളൊക്കെയും പണ്ട് വളരെ കൊതിയോടെ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെയാണ് കാണുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ വളരെ സ്റ്റേബിളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നൊരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങൾ ഇമോഷൻസിനെക്കാളും നിങ്ങളുടെ ആക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകുന്നൊരു സമയമാണ്. അത് ജോലിയിലുള്ള കയറ്റാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബ്ലോക്കേജസ് ഒക്കെ മാറി നഷ്ടങ്ങളൊക്കെ ലാഭമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹങ്ങളായിട്ട് തന്നെ മാറി നിന്നിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ റിയലായിട്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഫൈവ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയുള്ള കുറേയധികം ആൾക്കാരുണ്ടായേക്കാം. നിങ്ങളോട് മത്സരം കുറേ ആൾക്കാർക്ക് നിങ്ങളോടൊരു മത്സരം ഉണ്ടായേക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മൾ വളരുമ്പോൾ നമുക്കൊരിക്കലും ഈഗോ വളരാൻ പാടില്ല. ശരിക്കും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം. കാരണം നിങ്ങളുടെ വളർച്ചയിൽ അസൂയുള്ള കുറേ ആൾക്കാർ, അവർക്കങ്ങനെ ആകാൻ പറ്റാത്തതിൽ നിങ്ങളെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അവർ നിങ്ങളെ ചിലപ്പോൾ ഗോസിപ്പ് പറഞ്ഞേക്കാം, നിങ്ങൾ ഡീപ്രമോട്ട് ചെയ്തേക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്തി നിങ്ങളെ ഒന്ന് എങ്ങനെയെങ്കിലും ആ ഒരു സ്ഥലത്തുനിന്ന് താഴോട്ട് ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം. അപ്പം അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത കോൺഫ്ലിക്റ്റിന് പോകാതിരിക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത അടുപ്പങ്ങളും സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും നമുക്ക് നമ്മളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകാത്ത ആൾക്കാരുമായിട്ട് വളരെ വലിയ അടുപ്പം സൂക്ഷിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ കുറേ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. 9 of Cupsന്റെ എനർജിയാണ്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ട്, വളരെ ഒരു ഈഗോയും ഇല്ലാതെ നമുക്ക് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം ഈ ഒരു 2026 അങ്ങനത്തെ ഒരു എനർജിയാണ്. നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മൾ വിചാരിച്ചതും നമ്മൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സഫലീകരിച്ച് വളരെ കൂളായിട്ട് ഇരിക്കാൻ പറ്റണം ഒരു എനർജിയാണ്. മെഡിറ്റേഷൻ്റെ എനർജിയാണ് ഇതിനകത്ത്. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളത് ഒരു കാര്യവും അറിയാതെ നമ്മൾ ഒരു നോ മൈൻഡിലിരിക്കുന്ന സമയമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സ്പിരിച്വലി നിങ്ങൾ വളരെയധികം ഒരു ഹയർ ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ട്രാൻസ്ഫോർമേഷനാണ് ഇതിനകത്തൊരു ഡെത്ത് കാർഡാണ്. ആവശ്യമില്ലാത്ത കോൺഫ്ലിക്റ്റുകളും ആവശ്യമില്ലാത്ത വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുപോകുന്നു. അത് ആൾറെഡി കുറേ ആൾക്കാർക്ക് ഇത് വിട്ടുപോയിട്ടുണ്ടായിരിക്കാം, കുറേ ആൾക്കാർക്ക് ഇത് വിട്ടുപോകണം എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ വിട്ടുപോകുമ്പോൾ അതിന് വീണ്ടും ഹോൾഡ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും തന്നെ ഹോൾഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കൊരു പരിവർത്തനം വരുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ പരിവർത്തനം ചിലപ്പോൾ ഒരു പെയിനിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും ഒരു പരിവർത്തനം സംഭവിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സാക്രിഫൈസ് ആണ് ഇതിൽ. കുറേ ആൾക്കാർ പാസ്റ്റിൽ എപ്പോഴും നമ്മൾ ത്യാഗം സഹിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ, എനിക്ക് എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെയാണെന്ന് നിങ്ങൾ പരിതപിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ സാക്രിഫൈസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് നമ്മളായിട്ടിരിക്കാൻ ഈ ഒരു സമയം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ പക്ഷേ നമുക്കുള്ള ആ ഒരു അനുഗ്രഹങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളല്ലാതെ ദൈവം ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ട് ചെയ്തു തരും എന്ന് ചിന്തിക്കാതിരിക്കുക. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നോക്കാം, ഒരു കാർഡ് കൂടി. പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ സൈക്കിക് എബിലിറ്റി ഉണ്ട്, അത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഇൻഡ്യൂഷൻ ശരിക്കും വർദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു സ്പിരിച്വൽ ടീച്ചർ അല്ലെങ്കിൽ മെൻറ്ററിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ആ സപ്പോർട്ട് ഇപ്പം നമുക്ക് ടീച്ചറോ മെൻറ്ററോ ആയിട്ട് ആര് തന്നെ വന്നാലും നമ്മൾ അവരിലുള്ള നല്ല ഗുണങ്ങൾ മാത്രം നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫോളോ അത് ചെയ്യാതിരിക്കുക. നമ്മളെ ഹൃദയത്തോട് ചോദിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് 2026 ഓവറോൾ നിങ്ങളുടെ എനർജി. അപ്പോൾ ഇത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് കൂടുതൽ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.